കത്തനാർ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ അഭിമാനിക്കാവുന്ന ഒരു സിനിമയാകാൻ പോകുന്ന സിനിമയാണല്ലോ ജയസൂര്യ നായകനാവുന്ന കത്തനാർ എന്ന സിനിമ. ഈ സിനിമയുടെ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ട്രെയിലർ പോയി കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആദ്യം തന്നെ ട്രെയിലറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വേറെ ലെവൽ ട്രെയിലർ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഇത് മലയാള സിനിമ തന്നെ ആണോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളി മാരക ട്രെയിലറാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എന്തുകൊണ്ട് ഈ സിനിമ ഇത്രത്തോളം ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ പറയാനൊരു ഉത്തരമുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഈ സിനിമയിൽ ചെയ്യാനുണ്ടായിരുന്നു. അമ്മാതിരി വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രെയിലറിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇപ്പൊ തന്നെ പറയാം. ഈ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു 60% തിയേറ്ററിൽ കിട്ടിയാൽ മാത്രം മതി. ഒരു 100% ഒന്നും വേണ്ട, ഒരു 60% കിട്ടിയാൽ മതി. ട്രെയിലറിൽ കണ്ടതിന്റെ 60% കിട്ടിയാൽ മതി മോനെ. പിന്നെ ജയസൂര്യയുടെ കരിയറിന്റെ പോക്ക് അതൊരു ഒന്നൊന്നര പോക്ക് തന്നെ ആയിരിക്കും. അത് ജയസൂര്യയുടെ കരിയറിന്റെ മാത്രമല്ല മലയാള സിനിമയുടെയും ഒരു വലിയ പോക്കായിരിക്കും പോകാൻ പോകുന്നത്. അതാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. അതായത് അത്രത്തോളം ഗംഭീര സാധനമാണ് ഇവർ പുറത്തിറക്കിയിട്ടുള്ളത്. അതാണ് അതിശയം. അതായത് ഇത് മലയാള സിനിമ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ. ഇനി ഈ സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ വലിയൊരു കാസ്റ്റ് ത്രൂ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. സാൻഡി മാസ്റ്റർ അടക്കമുള്ള ആളുകളുണ്ട്. പിന്നെ പറയാനുള്ളത് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ജയസൂര്യ ആണല്ലോ. അപ്പോൾ നമുക്ക് ജയസൂര്യനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പവർ, അതായത് 4 വർഷത്തോളമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ചതിന്റെ ഒരു അഭിനയം ജയസൂര്യയുടെ ഒരു സ്ക്രീൻ പ്രസൻസിൽ നമ്മൾക്ക് കാണാനുണ്ട്. പിന്നെ പറയാനുള്ളത് അനുഷ്ക. കുറെ നാളുകൾക്ക് ശേഷമാണ് അനുഷ്കൻ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ പ്രസൻസിൽ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത്. അതും നമ്മുടെ മലയാള സിനിമയിൽ. അനുഷ്കനെ പോലത്തെ ഒരു ആക്ടറിനെ മലയാള സിനിമയിൽ നല്ല വൃത്തിക്കാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിന് വേറെ ലെവലായിട്ടാണ് അനുഷ്കനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അനുഷ്കനെ മാത്രമല്ല എല്ലാ ആൾക്കാരെയും അടിപൊളി വൃത്തിക്കാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്തെന്നാൽ ഇത് മലയാളത്തിലെ ഒരു ചില്ലറ കളിയൊന്നുമല്ല. 15 ഭാഷകളിലാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പാൻ വേൾഡ് സിനിമയായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് കത്തനാർ. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അനുഷ്ക ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തെലുങ്കിലൊക്കെ തന്നെ നല്ല സംഭവം കളക്ഷനും നല്ല രീതിയിൽ കയറുമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ കത്തനാർ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണല്ലോ മോഹൻലാൽ എന്ന സിനിമ. ഒരു ഗസ്റ്റ് റോളിലാണ് ആൾ വരുന്നത്. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ട്രെയിലറിൽ മോഹൻലാലിനെ കാണിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ പോലത്തെ ഒരു ആക്ടറിനെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ട്രെയിലറിൽ കാണിക്കില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ആണെങ്കിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ്. മൺസൂർ റിലീസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അത് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഇതിലേതെങ്കിലും ഒരു മാസമായിരിക്കും കത്തനാർ ഇറങ്ങാൻ പോകുന്നത്. മൺസൂർ റിലീസ് എന്ന് മാത്രമേ ട്രെയിലറിൽ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ വിഷ്വൽസ്, ഗംഭീര വിഷ്വൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗംഭീര വിഷ്വൽസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കത്തനാർ എന്ന സിനിമ ജൂൺ മാസമോ അല്ലെങ്കിൽ ജൂലൈ മാസമോ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ കത്തനാർ എന്ന സിനിമയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നമ്മൾ കുറേ കത്തനാറിൻ്റെ സീരിയലുകളും കത്തനാറിൻ്റെ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കത്തനാറൊന്നുമല്ല നമ്മൾ ഇനി കാണാൻ പോകുന്ന കത്തനാർ. ഈ കത്തനാറാണ് കത്തനാർ. അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ കാണാത്തൊരു കത്തനാർ. അതിൻ്റെ ഒരു ലെവൽ ഒരു വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും സിനിമ വളരെ നന്നായി വരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. മലയാളത്തിലെ ആദ്യത്തെ 500 കോടിക്ക് മുകളിൽ പോകുന്ന സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ.